നേരത്തെ സിബിൽ സ്കോറിനെ കുറിച്ച് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തിരുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. സിബിൽ സ്കോറിന്റെ മറവിൽ തട്ടിപ്പ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് സിബിൽ സ്കോറിന്റെ മറവിൽ വ്യാപക തട്ടിപ്പ്. സിബിൽ സ്കോറിലെ നെഗറ്റീവ് പോയിന്റുകൾ ഒഴിവാക്കാമെന്നും സ്കോർ ഉയർത്തി നൽകാമെന്നും പറഞ്ഞുള്ള തട്ടിപ്പ് സംഘം ഇറങ്ങിയിട്ടുണ്ട്. ആരും പോയി പെടരുത് കേട്ടോ. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് ഇവരുടെ പ്രവർത്തനം. ആവശ്യക്കാരൻ എന്ന നിലയിൽ സംഘത്തെ സമീപിച്ച റിപ്പോർട്ടർ പ്രതിനിധിയോട് 8,000 രൂപ മുതലാണ് ആവശ്യപ്പെട്ടത്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ സാറേ. എന്നിട്ട് സാറിന്റെ സെക്കൻഡ് അതിനകത്ത് ഏതൊക്കെ നെഗറ്റീവ്സ് ആണുള്ളത് നോക്കും. റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മളത് ക്ലിയർ ചെയ്യുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഇവിടുന്ന് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അപ്പായിക്കോളും. നമുക്ക് നമ്മൾ പറയുന്നത് 25 days ആണ്, 25 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്, ടൈം പറയുന്നത്. നമുക്ക് ഇത് RBIന്റെ അണ്ടറിലല്ലേ ശരിക്കും ഈ സിബിൽ സ്കോറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന? RBIന്റെ ഇതിലല്ലേ വരുന്നത്? അപ്പൊ അതെ നമ്മളെ കോൺടാക്ട് നമ്പർ, അതുപോലെ നമ്മളെ പാൻ കാർഡ് നമ്പർ ഒക്കെ വെച്ചിട്ടല്ലേ കാർഡ് നമ്പർ അങ്ങനെ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ. എങ്ങനെയാണ് ഇവരുടെ ഒരു ഓപ്പറേഷൻ എന്ന് മനസ്സിലായോ? സുജ, നമ്മൾ ഏതെങ്കിലും ബാങ്കുകളെ ലോണിനായി സമീപിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനിലടക്കം അത്ര സെർച്ചുകൾ ചെയ്യുകയോ ചെയ്താൽ പിന്നീട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകളിലേക്കാണെങ്കിലും വാട്സപ്പിലേക്കാണെങ്കിലും നിരന്തരമായി ഇത്തരം മെസ്സേജുകൾ വരുന്നു. നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് ലോൺ ലഭിക്കാൻ തടസ്സമാകുന്നുണ്ടോ എങ്കിൽ ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ലോൺ ആവശ്യമായുള്ള ഒരാൾ അല്ലെങ്കിൽ ഈ സിബിൽ സ്കോർ കാരണം ലോൺ ലഭിക്കാതെ നിൽക്കുന്ന മനുഷ്യർ സ്വാഭാവികമായും ഒരു സഹായം എന്ന രീതിയിൽ അവരെ സമീപിക്കുന്നു. അത് സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ചൂഷണവും തട്ടിപ്പ് നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ ആകമാനം തന്നെ ഇത്തരത്തിൽ ഈ സിബിൽ സ്കോർ ഉയർത്തി തരാം എന്നുള്ള പേരിൽ വലിയ പരസ്യങ്ങൾ ഇത്തരത്തിൽ കമ്പനികൾ നൽകുന്നുമുണ്ട്. ബാംഗ്ലൂരു ആസ്ഥാനമായി അടക്കം പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികളാണ് ഈ തട്ടിപ്പിന് പിറകിൽ നടക്കുന്നത്. രണ്ട് രീതിയിലാണ് ഇവർ ഇത്തരത്തിൽ ആളുകളെ വിശ്വാസത്തിലെടുക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഡ്യൂകളുള്ള എമൗണ്ടുകളും വായ്പകളും ഒക്കെ എടുത്ത് അത് തിരിച്ചടവ് മുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് ഞങ്ങൾ ഇത് പല അടവുകൾ മുടങ്ങിയ ഡിലേ ഉള്ള ആളുകളാണ്, ഡ്യൂ ഉള്ള ആളുകളായിരുന്നു, അതൊക്കെ ഞങ്ങൾ ഇൻഡ്യൂ ആക്കി 0 ആക്കി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് വായ്പ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ നിങ്ങൾക്കും വായ്പ ലഭിക്കും എന്ന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ 650 രൂപ ഫീസായി വാങ്ങുന്നു. പിന്നീട് മിനിമമായി 8,000 മുതൽ 8,500 രൂപ മുതൽ 10,000, 20,000 രൂപ വരെയൊക്കെ ആളുകളിൽ നിന്നും പറഞ്ഞ് പറ്റിച്ച് വാങ്ങിയാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ നിയമപരമായുള്ള അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും അടവ് പൂർണ്ണമായും അടച്ചു തീർത്ത് അതിൻ്റെ രേഖകളടക്കം NOC അടക്കം സമർപ്പിച്ചാൽ മാത്രമേ ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോർ ഉയർത്താനും അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ സാധാരണ രീതിയിൽ നിയമപരമായി ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇത് അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് അതില്ലാതെ തന്നെ ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്തു തരാം, അതും 25 ദിവസത്തിനുള്ളിൽ തന്നെ, വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ തങ്ങൾ 750 സ്കോറിലേക്ക് മുകളിലേക്ക് ഉയർത്തി നൽകാമെന്നുള്ള വാഗ്ദാനമൊക്കെ നൽകിയാണ് ഇത്തരത്തിൽ ആളുകളെ തട്ടിപ്പിനിരാക്കുന്നത്. പല ആളുകൾക്കും 10,000, 20,000 രൂപ വരെ ഇതുവരെ നഷ്ടമായിരിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ആളുകൾ ബാങ്കുകളെ സമീപിച്ചാൽ പോലും ഇടനിലക്കാർ വഴിയും ഇവരിലേക്ക് ഈ പരസ്യം എത്തിച്ച് ഇവരിൽ നിന്നും പണം തട്ടുന്ന രീതിയും സജീവമാണ്. ഓക്കെ, സിബിൽ സ്കോറിന്റെ മറവിലുള്ള വ്യാപക തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മുടെ അഷ്കർ അലി കരിമ്പ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ സിബിലിലെ ലൈഫേ പോയി എന്നുള്ള മട്ടിൽ സിബിൽ സ്കോറിന് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്ന് കരുതി നിൽക്കുന്ന ആളുകളെ ആയിരിക്കും ഈ തട്ടിപ്പുകാർ സമീപിക്കുക. അങ്ങനെയൊന്നും ഇത് ഉയർത്താൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഉയർത്തി തരാമെന്ന് പറയുന്നവരുടെ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ലോണിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ക്രമീകരിച്ചാണ് സിബിൽ സ്കോറിൽ മാറ്റം വരുത്തേണ്ടത്. അതെങ്ങനെയാണ് എന്ന് ഇതേക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് തീരുമാനമെടുക്കുക. തട്ടിപ്പിനിരയാകരുത്. ഇഷ്ടം പോലെ തട്ടിപ്പുകാർ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടാവും.